നമസ്തേ. ഇന്ന് വൈക്കത്തഷ്ടമിയെ കുറിച്ചാണ് പറയുന്നത്. വൈക്കം അഷ്ടമി നാളില് പ്രപഞ്ചത്തില് മഹാദേവന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആയതിനാൽ നമുക്ക് കഴിയുന്നത്ര തവണ ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും അന്നത്തെ ദിവസം വൈക്കത്തപ്പനെ ദർശനം നടത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടാണ് വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നത് എന്ന് പറയാം. പണ്ട് വ്യാഘ്രപാദ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. മഹാദേവന്റെ മഹാഭക്തനായിരുന്നു അദ്ദേഹം. വൈക്കം എന്ന സ്ഥലം അദ്ദേഹത്തിന്റെ തപോഭൂമിയായിരുന്നു. ദീർഘകാലത്തെ ഉപവാസവും തപസ്സും ചെയ്ത് ശിവനാമജപത്തിൽ മുഴുകി പരിശുദ്ധ മനസ്സോടെ ധ്യാനിച്ച മഹർഷിയുടെ തപസ്സിൽ ശിവഭഗവാനും പാർവതി ദേവിയും വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി ദിനത്തിൽ മഹർഷിക്ക് മുന്നിൽ ദർശനം നൽകി അനുഗ്രഹിച്ചു. ഈ ദിവ്യ ദർശനത്തിന്റെ അനുസ്മരണയ്ക്കായാണ് വർഷം തോറും വൈക്കം അഷ്ടമി ആഘോഷിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിലെ കിഴക്ക് ഭാഗത്തുള്ള ഒരു ആൽത്തറയിൽ വെച്ചായിരുന്നു മഹർഷിക്ക് ആ ദർശനം ലഭിച്ചത്. പിന്നീട് ഈ ആൽത്തറയെ വ്യാഘ്രപാദത്തറയെന്നും അറിയപ്പെടുന്നു. കൂടാതെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവന്റെ പുത്രൻ ഉദയനാപുരം ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യനാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അഷ്ടമി നാളില് ഈ ക്ഷേത്രേശ്വരന്മാരുടെ എഴുന്നള്ളത്ത് പിതൃപുത്ര സമാഗമമായും കണക്കാക്കപ്പെടുന്നു. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ത്രേതായുഗ കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഇവിടെയുള്ള ശിവലിംഗം. സ്വയം പ്രതിഷ്ഠിതമായ സ്വയംഭൂലിംഗമാണ് ഇതെന്നും പറയുന്നു. ആയതിനാൽ വൈക്കം ക്ഷേത്രത്തെ ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു. ഇവിടെ പരമേശ്വരനെ അന്നദാന പ്രഭുവായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഭഗവാൻ 3 ഭാവങ്ങളിലാണ് ഇവിടെ നമുക്ക് ദർശനം നൽകുന്നത്. പുലർച്ചെ ദക്ഷിണാമൂർത്തിയായും, ഉച്ചയ്ക്ക് കിരാത ശിവനായും, രാത്രിയിൽ രാജരാജേശ്വരനായും ദർശനം നൽകുന്നു. നമുക്ക് വിദ്യാ പുരോഗതിക്ക് പുലർച്ചെയും, ശത്രുനാശനത്തിനായി ഉച്ചയ്ക്കും, കുടുംബ സൗഖ്യത്തിനായി രാത്രിയിലും ദർശനം നടത്താവുന്നതാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. അഷ്ടമി ഉത്സവത്തിന്റെ 7ാം നാളിൽ നടത്തുന്ന എഴുന്നള്ളത്താണ് ഋഷഭവാഹനം എഴുന്നള്ളിപ്പ്. വൈക്കത്തപ്പൻ തന്റെ വാഹനമായ നന്ദിയുടെ പുറത്ത് എഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകുന്നു എന്നാണ് ഇതിന്റെ വിശ്വാസം. 12ാം ദിവസമായ അഷ്ടമിയിലെ ദർശനം വെളുപ്പിനെ 4:30 മുതൽ തന്നെ ആരംഭിക്കുന്നതാണ്. അഷ്ടമി ദിവസം ഭഗവാനെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ദർശിക്കുന്നതാണ് ഉത്തമം. താരകാസുരനെ കൊന്ന് വിജയശ്രീ ലാളിതനായി എത്തുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ സ്വീകരിക്കാനായി പിതാവായ വൈക്കത്തപ്പനും ഉപദേവതമാരും ചേർന്ന് വരവേൽക്കുന്നതാണ് അഷ്ടമി വിളക്കിലെ പ്രധാന ചടങ്ങ്. ഇത് രാത്രിയാണ് നടത്തുക. തുടർന്ന് വലിയ കാണിക്ക ആരംഭിക്കുന്നു. കറകയിൽ വലിയ കൈമൽക്കാണ് അഷ്ടമി എഴുന്നള്ളി നിൽക്കുന്ന വൈക്കത്തപ്പന് കാണിക്ക അർപ്പിക്കാനുള്ള ആദ്യ അവകാശം. ഇന്നും ആ പാരമ്പര്യം തുടർന്നു പോരുന്നു. ശേഷം ഉദയനാപുരത്തപ്പനെ യാത്ര പറയുന്ന ചടങ്ങാണ് ഇതിനെ വിടപറച്ചിൽ എന്നാണ് പറയുന്നത്. അടുത്ത ദിവസം ഉദയനാപുരം ക്ഷേത്രത്തിലാണ് ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളുന്ന വൈക്കത്തപ്പന് ഔഷധക്കൂട്ടുകൾ ചേർന്ന് പച്ചമരുന്നുകൾ നിവേദിക്കും. ശേഷം ഇത് ഭക്തർക്ക് വിതരണം ചെയ്യുന്നു. ഇതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയാകുന്നത്.